ഞാനിന്ന് ഇവിടെ ഇരുന്ന് കോണകമെടുത്ത് മാത്രം സംസാരിക്കാത്തതിന് കാരണമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ നിസ്വാർത്ഥമായി ഇന്ത്യയിൽ വന്ന് സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രമാണ്. വലിയ ഒരു പരിഷ്കൃത സമൂഹമൊന്നുമായിരുന്നില്ല നമ്മുടെ സമൂഹം. ജാതി വ്യവസ്ഥയും അന്ധകാരവും നിറഞ്ഞ ഒരു സമൂഹം പതിയെ പരിവർത്തനത്തിലൂടെയാണ് ഇത്രയെങ്കിലും ആയി നിൽക്കുന്നത്. FCRA ബിൽ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, FCRA ഈ നിയമം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചത് ആരാണ്? BJPയോ സംഘപരിവാറോ ആണോ? അല്ല. ഈ നിയമം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചത്, പാസ്സാക്കിയെടുത്തത് കോൺഗ്രസ് ആണ്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നട്ടെല്ലോടുകൂടി കോൺഗ്രസ് എടുത്ത ഒരു തീരുമാനമായിരുന്നു FCRA ബില്ല്. ഈ ബില്ല് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്, പ്രത്യേകിച്ച് അടിയന്തര അവസ്ഥ കാലത്ത് വൈദേശിക ശക്തികളുടെ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി, ഈ ഫണ്ട് ഉപയോഗിച്ച് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാതിരിക്കാനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നിയമമാണ് FCRA. സ്വാഭാവികമായ അവസ്ഥയിൽ ഈ ബില്ലിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എന്നാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളായിട്ട് പുതിയ അമെൻമെൻറ്റുകൾ കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാനായിട്ട് മാത്രം സംഘപരിവാർ ഈ നിയമം ഉപയോഗിക്കുന്നു. ദ പർപ്പസ് ഓഫ് ബ്രിങ്ങിങ് ദിസ് അമെൻമെൻറ്റ് ടു ദ FCRA ടു ബി പ്രോസിക്യൂട്ട് ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ അമെൻമെൻറ്റുകൾ ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതിൻ്റെ കൂട്ട് നമ്മുടെ നാട് വലിയ ഒരു സാംസ്കാരികമായി ഉയർന്ന ഒരു നാടൊന്നുമായിരുന്നില്ല കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ. നിങ്ങൾക്കറിയാം, ചാന്നാർ ലഹള 1856 നമ്മുടെ നാട്ടിൽ മാറ് മറയ്ക്കാനായിട്ട് അവകാശമില്ലായിരുന്നു. 1856 ചാന്നാർ ലഹളയിലൂടെയാണ് തിരുവിതാംകൂർ അഡ്മിനിസ്ട്രേഷൻ താണ കുലത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, ഗവൺമെൻറ്റിന് എല്ലാ ഇടങ്ങളിലും പോയി പ്രവർത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. അവർക്ക് ഫണ്ടിന് പരിമിതിയുണ്ട്, മറ്റ് സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഗവൺമെൻറ്റിന് കടന്ന് ചെല്ലാൻ പറ്റാത്ത ഉൾഗ്രാമങ്ങളിൽ, മനുഷ്യര് കണ്ടാൽ അറയ്ക്കുന്ന ഇടങ്ങളിൽ, അപരിഷ്കൃതരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ജീവിച്ച് അവിടെ സ്കൂൾ സ്ഥാപിച്ച് ഇന്ന് ഞാനിരുന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ട് സംസാരിക്കാൻ അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, അവർക്ക് നല്ല ചികിത്സ കൊടുത്ത് മുഖ്യധാരയിലേക്ക് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു രീതി ക്രിസ്ത്യൻ സമൂഹം ഒരുപാട് നാളായി പിന്തുടർന്നു കൊണ്ടുവരുന്നതാണ്. ഇവിടെയാണ് FCRA ബില്ലിലൂടെ ഗവൺമെൻറ് കത്തിവെച്ചിരിക്കുന്നത്. എന്തിനാണ് കത്തിവെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മുന്നോടിയായിട്ട് പറയാം, ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ മാറുമറയ്ക്കാൻ അവകാശമില്ല. അടിമകളെ പോലെ ജീവിക്കണം. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് കുഴി കുത്തി അതിനകത്ത് ഭക്ഷണം ഇട്ടിട്ട് അത് കഴിക്കണം. അടിയാന്മാരായിട്ട് തുടരണം. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനങ്ങളെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ദഹിക്കുന്നില്ല. ദഹിക്കാത്തതിന് കാരണം ഇതാണ്,
എന്നും ഇവർ പുഴുത്ത പട്ടികളെ പോലെ, എന്നും പുഴുത്ത കൃമികളെ പോലെ ഞങ്ങളുടെ അടിമകളായി ഇവരുണ്ടാകണം എന്ന് കരുതുന്ന ഒരു വരേണ്യ വിഭാഗം അധികാരത്തിൻ്റെ ഇടനാഴികയിലിരിക്കും. ഇതാണ് സംഘപരിവാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവർക്ക് മനസ്സിലായി ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് തൻ്റെ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരെ നല്ല ഭക്ഷണം കഴിപ്പിക്കുന്നത്, ജോലി ചെയ്തിട്ട് കൂലി ചോദിച്ച് വാങ്ങിക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നത്. ഇത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് സംഘപരിവാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സംഘപരിവാർ വളരെ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അതായത് ക്രിസ്ത്യൻ NGOകളെ തടസ്സപ്പെടുത്തുക. കാരണം നിങ്ങൾ ഓർക്കണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ₹1 ഫണ്ട് പോലും ഈ NGOകൾ വാങ്ങിക്കുന്നില്ല. യാതൊരുവിധ സഹായവും ഇല്ല. വിദേശത്തു നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഉൾനാടൻ ഗ്രാമങ്ങളിലും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഇടയിലും ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് ഇവർക്ക് ദഹിക്കുന്നില്ല, ഇവർക്ക് ഇത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനെന്ത് ചെയ്യണം? ക്രിസ്ത്യൻ NGOകളെ ഇല്ലായ്മ ചെയ്യണം. അതിന് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കണം. എന്തായാലും ഈ രാജ്യത്തിലെ ക്രിസ്ത്യൻ NGOകളൊന്നും വിദേശ ഫണ്ട് കൈപ്പറ്റി ബോംബുണ്ടാക്കാനോ ഡ്രോൺ ഉണ്ടാക്കാനോ ഇതുവരെ പോയിട്ടില്ല, ഇനിയിട്ട് പോകാനും പോകുന്നില്ല. ഇവരാകപ്പാടെ ചെയ്തത് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരെ അവർ പഠിപ്പിച്ചു, ജോലി വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് ദൈവത്തെ കൊടുത്തു, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ഇത് സവർണരായ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് അവരെന്ത് ചെയ്തു? അധികാരത്തിൻ്റെ കറുത്ത കൈകൾ ഉപയോഗിച്ച് FCRA പുതിയ അമെൻമെൻറ്റുകളാൽ ഞെരുക്കുകയാണ്. ഈ ഞെരുക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു വാദമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് സ്വരൂപിക്കുന്ന പൈസ കൊണ്ട് ഈ NGOകൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കേസ് വന്ന് കോടതിയിൽ പോയാൽ എത്ര നാൾ കൊണ്ട് നീതി കിട്ടും? ഞെരുക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് കോടതിയിൽ പോകാം. നമ്മൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ഒരു കോടതിയിൽ ഒരു കാര്യമായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പിന് ശേഷം നീതി കിട്ടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതുപോലെ തന്നെ ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് വരുന്നത്. ഒരു 10 വർഷം മുമ്പുള്ള ഒരു കണക്ക് കാണുന്നില്ലെന്നോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ ഗവൺമെൻറ്റിന് ഇത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. മതപരമായ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ഇത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ NGOയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവതാളത്തിലാവും. ആൾക്കാർ ഇത് ഉപേക്ഷിച്ച് പോകും. നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവർ അത് വേണ്ടാന്ന് വെക്കും. യഥാർത്ഥത്തിൽ ഈ NGOകളുടെ പ്രവർത്തന ഫലമായിട്ട് സാംസ്കാരികമായി ഉയരുന്ന സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ചെയ്യുന്നത്. ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കും. കാരണം താഴ്ന്ന കുലജാതരെ വെറും പട്ടികളായിട്ടും പുഴുക്കളായിട്ടും കാണുന്നത് കൊണ്ടാണ്, അങ്ങനെ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് ഇവരെ ഉയരാൻ ഇവർ സമ്മതിക്കാത്തത്. അന്നേരം എന്ത് ചെയ്യണം? ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തണം. ഇവർ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ശരിയാണ്, 90% NGOകളും വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് ഹൈന്ദവ സംഘടനകളാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ FCRA ക്യാൻസലാക്കുന്നത്? ഈ കഴിഞ്ഞ 5 മുതൽ 10 വർഷം വരെ ക്യാൻസലാക്കിയത് മുഴുവൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാതാ അമൃതാനന്ദമയി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് ഫണ്ട് വരുന്നുണ്ടായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ക്യാൻസലായി. എന്നാൽ മാതാ അമൃതാനന്ദമയി ഇപ്പോഴും വളരെ ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ വൈര്യത്തിന് വേണ്ടി
ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാം, ED. എല്ലാവരും ED എന്ന് പറയുമ്പോൾ പേടിച്ചു പറയുകയാണ്. ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഒരു ED കയറിയിട്ടുണ്ടോ? ED കയറുന്നത് എവിടെയാണ്? സംഘപരിവാറിന് എതിർപ്പുള്ള സംവിധാനങ്ങളിലാണ് ED പലപ്പോഴും പരിശോധന നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയിൽ ക്രിസ്ത്യാനികൾക്ക് നീതി കിട്ടും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവരുടെ ജുഡീഷ്യറി അല്ലെ ബോർഡ്, അതല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊന്നും പ്രായോഗിക തലത്തിൽ പെട്ടെന്നൊന്നും തീരുമാനമുണ്ടാകുന്ന ഇടങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇത് ക്രിസ്ത്യൻ NGOകളെ ടാർഗറ്റ് ചെയ്ത് മാത്രം കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻ്റാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ ഒരു അപകടകരമായ സ്ഥിതിയാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പല സംഘപരിവാർ അനുഭാവമുള്ള നാമധാരികളായ ക്രിസ്ത്യാനികൾ ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് കേട്ടു. There is no need to talk to those who do not know the basic Christian faith. അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസമില്ലാത്ത ഒരുത്തൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പോകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ PC ജോർജ് അഭിപ്രായം പറയരുത്, ഷോൺ അഭിപ്രായം പറയരുത്, ഷോൺ ജോർജ്, കിറ്റെക് സാബു അഭിപ്രായം പറയരുത്, കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അഭിപ്രായം പറയരുത്. കാരണം ജോർജ് കുര്യന് മന്ത്രിസ്ഥാനത്ത് തുടരണം, കിറ്റെക് സാബുവിന് ബിസിനസ് നടത്തണം, PC ജോർജിന് ഒരു രാഷ്ട്രീയ അഭയം വേണം, ഷോൺ ജോർജിന് ഒരു പുതിയ പണി വേണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പണിയെടുക്കുന്നവൻ സംസാരിച്ചോളും, സുവിശേഷം പറയുന്നവൻ സംസാരിച്ചോളും, നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ചവിട്ടും കുത്തും കൊള്ളുന്നവൻ സംസാരിച്ചോളും. നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങൾ ക്രിസ്ത്യാനിയുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവൻ സംസാരിക്കും. ഇതിൻ്റെ ഉദ്ദേശം ശരിയല്ല. ഇത് ക്രിസ്ത്യൻസിനെ തകർക്കുക, സാധാരണ ജനങ്ങൾ മുഖ്യധാരയിലേക്ക് വരാതിരിക്കുക, അടിമകളെ എന്നും അടിമകളായിട്ട് നിലനിർത്തുക, താഴേക്കടയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുക, അവർക്ക് അടിമകളെ വേണം, പുഴുക്കളെ പോലെ പണിയെടുക്കുന്ന, പട്ടികളെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരെ അവർക്ക് വേണം. അതിന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിരോധിക്കണം. അത് നേരിട്ട് പറ്റത്തില്ല, അതിന് വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യം മനസ്സിലാക്കുക. FCRIയുമായിട്ട് ബന്ധപ്പെട്ട സഭയുടെ ആശങ്കകളെല്ലാം തന്നെ സത്യമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മിഷൻ എന്ന് പറഞ്ഞാൽ ചാരിറ്റി അല്ല, സ്കൂൾ നടത്തുക, കോളേജ് നടത്തുക, ഇതൊന്നുമല്ല. മിഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ കൊടുക്കുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയോടാണ്, CBCIയോടാണ് പറയാനുള്ളത്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. നമ്മുടെ കയ്യിൽ ആയിരക്കണക്കിന് സ്കൂളുകളുണ്ടായിരുന്നു. അവിടെ സംഘപരിവാർ അനുഭാവമുള്ളവരുടെ മക്കൾ പഠിച്ചു, നല്ല നിലയിലായി, ജോലി കിട്ടി. ആ ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് അവർ കുറുവടി മേടിച്ച് നമുക്കിട്ട് തല്ലുന്നു. എന്താണ് ഇതിന് കാരണം? അവർക്ക് ദൈവത്തെ കൊടുത്തില്ല, അവർക്ക് സുവിശേഷം കൊടുത്തില്ല, നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തു. അവിടെ നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരെ മാതൃകയാക്കണം. ഇത് യഥാർത്ഥത്തിൽ പാരയാകാൻ പോകുന്നത് മെയിനായിട്ട് കത്തോലിക്ക സഭയ്ക്കിട്ടാണ്. പ്രൊട്ടസ്റ്റന്റുകാർ പണ്ടും അവിടെ സുവിശേഷം പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. സ്ഥാപനങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നതും പ്രവർത്തനങ്ങൾ കൂടുതൽ അവതാളത്തിലാകാൻ പോകുന്നതും കത്തോലിക്ക സഭയുടേതാണ് കൂടുതലും. കാരണം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. ദൈവത്തെ കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, കൂടെ ദൈവത്തെയും കൊടുക്കണം. നമ്മുടെ സ്കൂളിൽ പഠിച്ച ആൾക്കാർക്ക് സത്യദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് നാം അനുഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യം മനസ്സിലാക്കുക, തിരിച്ചറിവുകൾ ഇനിയെങ്കിലും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.